രണ്ടുപേര് തമ്മിൽ സ്നേഹത്തിലാകുന്നു. അവർ പലയിടങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവർ ലൈംഗികമായി ബന്ധപ്പെടുന്നു. പരസ്പരം സാമ്പത്തികമായി ഇടപാടുകൾ നടത്തുന്നു. ഏതാനും ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർക്ക് തമ്മിൽ യോജിക്കാൻ പറ്റാത്ത പലമാതിരി പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിലുണ്ടാകുന്നു. പിന്നത് പീഡനമായി. ഇതിപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പീഡനമാണ്. പണ്ടൊക്കെ ഈ ബലാത്സംഗം, പീഡനം എന്ന് പറയുന്നത് അന്ന് തന്നെ അതിനുള്ള നടപടികളെടുത്ത് പോലീസിൽ കേസ് കൊടുത്ത് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ കൂട്ടം ചേർന്ന് ബലാത്സംഗം ചെയ്ത ആ ആൾക്കാരെ കണ്ടെത്തി അതിനുള്ള നിയമ നടപടികൾ എടുക്കാറുണ്ട്. ഇതിപ്പോൾ 2 വർഷമാണ്. അത് പീഡനമാണെന്ന് അറിയാൻ 2 വർഷം വേണം. ഒരു കോട്ടയത്തുകാരി ഡോക്ടർ, കേരളത്തിലെ റാപ്പർ വേടൻ. ഈ വേടൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇതിനു മുമ്പും കഞ്ചാവ് കേസിലും ആനക്കൊമ്പിൻ്റെ പ്രശ്നം, അങ്ങനെ പുലിപ്പല്ല്, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അതിലെല്ലാം ഊരിപ്പോയതാണ്. അവൻ്റെ പിന്നിൽ ഒരുപാട് പേര് അവനെ തന്നെ തൂക്കാൻ, അവനെ ലോക്കിടാൻ വേണ്ടി നടപ്പുണ്ട്. അതവനെ അറിയത്തില്ല. നല്ല കഴിവുള്ളവനാണ്. ഉള്ള കഴിവ് വിറ്റ് ഉള്ള കഴിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ആ രീതിയിൽ ജീവിച്ചു പോയാൽ പോലെ. എന്തിനീ കണ്ടവളുമാറ പുറേന്ന് പോയി തുണി അഴിച്ച് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് പീഡനം, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് ജീവിതം തൊലയ്ക്കുന്നു. നിങ്ങളുടെ കഴിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങൾ പണം സമ്പാദിക്കും. നിനക്ക് നിൻ്റെ മോണലോവ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഇവളുമാറ പുറേന്ന് പോകുന്നത്? ചെന്നാൽ തുണി അഴിച്ചു തരും, ഒരുപാടെണ്ണം തുണി അഴിച്ചു തരും. അതങ്ങനാണ്. വെറുതെ പോയി എങ്ങനെ തലവെക്കല്ലേ. നിൻ്റെ കഴിവ് തെളിയിച്ച് നീ രക്ഷപ്പെടാൻ നോക്കും. ഇന്ന് ഡോക്ടറാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലുമൊക്കെ വരും, ഒഴിവാക്കി പോവുക. പിന്നെ ഈ ഡോക്ടർ 2 വർഷം 5 തവണ പീഡിപ്പിച്ചു. ഈ 5 തവണ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പീഡനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ കേരള സർക്കാർ അല്ലെങ്കിൽ പോലീസുകാർ 2 എണ്ണത്തിൻ്റെ എതിരെ നല്ല പിഴ ചുമത്തി ഒരാഴ്ച ജയിലിൽ 2 എണ്ണത്തിനെ പിടിച്ചു തന്നു. അതിന് ആരാണെങ്കിലും, പേപ്പറാണെങ്കിലും പ്ലേറ്റ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും ആരാണെങ്കിലും എടുത്തകത്തിടണം. ഇതിനെ ഇനി മേലെ വരരുത് വ്യക്തികളും. കൂടെ കിടക്കുമ്പം പീഡനമില്ല, ബാക്കിയുള്ളതിനൊന്നും പീഡനമില്ല. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം പീഡനം. 2ാം പിറവിയേ, ഇത് 2ാം പിറവിയേ, എണ്ണക്കറുമ്പിയേ, നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു. 2ാം പിറവിയേ, ഇത് 2ാം പിറവിയേ. നീ 3ാം പിറവി ഉണ്ടോ എന്നറിയില്ല, കാത്തിരുന്ന് കാണാം.